അതാണ് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം. 10 ലക്ഷം കിലോമീറ്റർ വരെ ഈ മിസ്റ്റുബിഷി എന്ന് പറഞ്ഞ കമ്പനി പറയുന്നുണ്ട്, എന്നുവെച്ചൊരു ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയും നമുക്ക് ഓടാം, കാരണം അവരുടെ അത്രയും കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടയോട്ടയൊക്കെ 5 ലക്ഷം കിലോമീറ്റർ 5-6 വരെയാണ് അവർ പറയുന്നത്. മിസ്റ്റുബിഷി 10 ലക്ഷം വരെയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു വണ്ടി 10 ലക്ഷം കിലോമീറ്ററിന് ഒരു കമ്പനി ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്വീകാര്യതയാണ് നമ്മൾ പറയുന്നത്. ധൈര്യമായിട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുൻപേ ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, തൃശ്ശൂരുള്ള യൂസ് കാർ സർവീസ് സെയിലിന്റെ ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവും. അതിനുശേഷം വേറൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇതിപ്പോൾ പ്രീമിയം സെഗ്മെന്റിലുള്ള കുറച്ച് കാറുകളുടെ റേറ്റും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുശേഷമാണ് ഒരു കുറച്ചൊരു ഇടത്തരം സാധാരണക്കാർ, ഇതും സാധാരണക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് അങ്ങനെ സാധാരണക്കാരൻ അങ്ങനെ ഒരു വേർതിരിവില്ല കേട്ടോ. എല്ലാവർക്കും ഏത് കാറും ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാറുകളായിരിക്കാം. അപ്പോൾ ഇവിടെ വളരെ നല്ല ഓഫറൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ നോർമലി ഇൻഫർമേഷൻസ് കൊടുക്കുകയെന്നേ ഉള്ളൂ. ഇനി ആരും അത് കേട്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇനി ബാക്കി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന കുറച്ച് കാറുകളുടെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കിടക്കാം. ഇപ്പം നമ്മളിരിക്കുന്നതും ടയോട്ടയുടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞ മോഡൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇത് മോഡൽ ഏതാ? 2009 വണ്ടിയാണ്. സെക്കൻഡ് ഓണറിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ 2,40,000 ഓടിയുണ്ട് വണ്ടി. ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി തന്നെയാണ്. ആണല്ലേ? ഇറ്റ് വരുന്നത് 990 പാർട്ടി പറയുന്നത്. 990, ഒരു 9,90,000 ആണ് പാർട്ടി പറയുന്ന റേറ്റ്. മാനുവൽ 4x4 ആണ്. മാനുവൽ 4x4 ആണ് അല്ലേ? 4x4 ആണ്, നമുക്ക് കണ്ടാററിയാൻ പറ്റും. നല്ല വണ്ടിയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ അത്രയും വർഷത്തെ ഒരു പഴക്കം അല്ലെ? ആ ഒരു പഴക്കം മാത്രമേ വന്നിട്ടുള്ളൂ അല്ല ഇതിലുള്ള, അല്ലാതെ വേറെ വണ്ടി എഞ്ചിൻ സൈഡ് ഒന്നും പറയാനില്ല. കാരണം ടയോട്ട എന്നൊരു ബ്രാൻഡ് തന്നെയായിരിക്കും. അതിന്റെ എഞ്ചിൻ ഭയങ്കര കണ്ടീഷൻ ആയിരിക്കും. വണ്ടിയും വളരെ നല്ല നീറ്റ് വണ്ടിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, നല്ല കാര്യം, നല്ല വണ്ടി. മൈലേജിന്റെ കാര്യം പിന്നെ മൈലേജിന്റെ ഒരു 12-10 ഇപ്പോഴും മൈലേജ് കിട്ടുന്നതാണ് വലിയൊരു കാര്യം. അത് വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഭീമാകാരമായ ഒരു വണ്ടി അല്ലെ, റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയിൽ 12 കിലോമീറ്റർ മൈലേജ് ഇപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ലെ, കമ്പനിയുടെ വണ്ടിയാണ്. ജീപ്പിന്റെ ഏത് മോഡലാ? ജീപ്പിന്റെ കോമ്പസ് എന്ന് പറഞ്ഞ വളരെ ഒരു എന്താ പറയുക, ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ജീപ്പിന്റെ കോമ്പസ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലെ, ഒരു സമയം ഒരു പീരീഡിൽ എല്ലാവരും എവിടെ തിരിഞ്ഞു നോക്കിയാലും കോമ്പസ് തടഞ്ഞു നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ വളരെ നല്ലൊരു വണ്ടിയാണ്. വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് നേരെ അക്ഷയ് പറയും. ഇത് 2017 മോഡൽ വണ്ടി. 2017 മോഡൽ, സിംഗിൾ ഓണർ ആണ്, സ്പോർട്സ് വേരിയന്റ് ആണ്. ഓക്കെ, 58,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണത്. റേറ്റ് പറയണത് 14,90,000 ആണ്. 14,90,000 റേറ്റ് പറയണത്. 14,90,000 ആണ് ഈ വണ്ടിയുടെ ഓണർ പറയുന്ന റേറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയുക, വളരെ നല്ലൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കാരണം അതറിയാലോ, പുതിയൊരു വണ്ടി ആകുമ്പോൾ മിക്കവാറും സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, പഴയ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊടുക്കാത്ത വണ്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആധികാരികമായിട്ട് പറയില്ല, എന്നാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പുതിയ വണ്ടികൾ അങ്ങനെ കൈമാറി പോകാനുള്ളൊരു സമയമായിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഇത് വളരെ നല്ലൊരു ബ്രാൻഡുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ആണോ? താഴെ വേരിയന്റ് ആണ്, സ്പോർട്സ് വേരിയന്റ്. ഓക്കെ, നമ്മുടെ ഫുൾ ഓപ്ഷനിൽ നിന്ന് താഴ്ന്ന ഒരു വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് അല്ല, അതിന് ഇടയിലുള്ള അല്ല, മിഡിൽ വേരിയന്റ് ആയിരിക്കും. അങ്ങനെയും പറയാം, അതാണ് സത്യം. ഓക്കെ, പിന്നെ ഇന്റീരിയറിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല സീറ്റ്സ് ആണ് അല്ലേ? അത്യാവശ്യം നല്ല കംഫർട്ടാണ് ഇരിക്കാൻ. യാത്രാസുഖമൊക്കെ വളരെ നല്ല ഒരു യാത്രാസുഖം കിട്ടുന്നതാണ്. പക്കയാണ് യാത്രാസുഖം. എനിക്ക് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഇരുന്ന് ഒന്ന് ഓടിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ബൂട്ട് സ്പേസ് എത്ര വരുന്നത്?
പജീറോ എന്ന് പറഞ്ഞ ഒരു ബുൾ മോഡൽ അല്ലേ? വളരെ വലിയ ഒരു രാജകീയമായ പേര് എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ രാജാവിനെ പോലെയൊക്കെ പോകാൻ പറ്റുന്ന ഫോർച്യൂണറും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ റിവ്യൂ ചെയ്ത എല്ലാ വണ്ടികളും അല്ലെ, ഇപ്പൊ ഈ ചെയ്ത ഇനിയിപ്പോ ചെറിയ കാറുകൾക്ക് നമ്മൾ പോകുന്നുണ്ട്, നമുക്ക് എല്ലാം വേണമല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഭീമാകാരമായ ഒരു ആന വണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. റോഡ് പ്രസൻസ് ഒക്കെ ഉള്ള വലിയൊരു വണ്ടിയാണ്. മിസ്റ്റുബിഷി എന്ന് പറഞ്ഞ വലിയൊരു ബ്രാൻഡിന്റെ, അതെ, ഓഫ് റോഡറാണ്. വളരെ ഒരു ഓഫ് റോഡർ അല്ലെ. കുറെ കാലം മുമ്പ് ഒരു ഓഫ് റോഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരുടെ പ്ലാനിങ് വരുന്ന സമയത്ത് വന്ന സമയത്ത് ഒരു വണ്ടി, നല്ല വണ്ടി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കിടക്കാം. അക്ഷയ് പറഞ്ഞു. ഇത് 2012 മോഡല്, ബുൾ മോഡലാണ്. ബുൾ മോഡല് 132 വണ്ടി ഓടിയുണ്ട്. 1,32,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. 10 ലക്ഷം വരെ കമ്പനി പറയുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് കിലോമീറ്റർ അത്രയ്ക്ക് ഓടാന്നുള്ള ഒരു കാപ്പബിലിറ്റി വണ്ടിക്ക് ഉണ്ട്. ഓക്കെ, അതാണ് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം. 10 ലക്ഷം കിലോമീറ്റർ വരെ ഈ മിസ്റ്റുബിഷി എന്ന് പറഞ്ഞ കമ്പനി പറയുന്നുണ്ട്, എന്നുവെച്ചാൽ ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയും നമുക്ക് ഓടാം, കാരണം അവരുടെ അത്രയും കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടയോട്ടയൊക്കെ 5 ലക്ഷം കിലോമീറ്റർ, 5-6 വരെയാണ് അവർ പറയുന്നത്. മിസ്റ്റുബിഷി 10 ലക്ഷം വരെയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു വണ്ടി 10 ലക്ഷം കിലോമീറ്ററിന് ഒരു കമ്പനി ഒരു ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്വീകാര്യതയാണ് നമ്മൾ പറയുന്നത്. ധൈര്യമായിട്ട് കണ്ണും പൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പൊ ബാക്കി സിംഗിൾ ഓണർഷിപ്പ് ആണോ? അല്ല, സെക്കൻഡ് ഓണറിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പൊ നിലവിൽ ഈ വണ്ടി നിൽക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ, പിന്നെ റേറ്റ് പറയണത് 10,80,000ആണ്. 10,80,000 റേറ്റ് പറയണു. 9 ലക്ഷം വരെ IDV ഉണ്ട്, ലോൺ അവൈലബിൾ ആണ്. 9 ലക്ഷം വരെ. ഓക്കെ, 10 ലക്ഷമാണ് ഓണർ പറയുന്നത് അല്ലെ? ഓണർ പറയുന്ന റേറ്റ് 10 ലക്ഷമാണ്. അപ്പൊ IDV എത്രയാണ്? 9 ലക്ഷത്തിന് എടുത്ത് വരും. ഓക്കെ, IDV എനിക്ക് എന്താണെന്ന് അറിയാം. IDV അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി IDV എന്താന്ന്? ഇൻഷുറൻസിലുള്ള ഒരു വണ്ടിയുടെ വാല്യൂ ആണ് IDV. എത്ര വരെ ലോൺ അവൈലബിൾ ആവുന്നു. ഓക്കെ, ഇപ്പൊ ഈ കാണുന്ന ആൾക്കാർ ഞാൻ IDV പറഞ്ഞു തരാന്ന് വിചാരിക്കരുത്. കാരണം എന്താ സംഭവം, ഞാൻ പറഞ്ഞാലല്ലേ ഇത് നമ്മൾ വലിയ അഹങ്കാരമാവുന്നത്. അപ്പൊ എനിക്കും അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി. അറിയാത്ത എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടു അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഈ IDV എന്ന് പറയുന്നത്. പല സെഗ്മെന്റിലും പല ആൾക്കാർ IDV എന്ന് പറയാറുണ്ട്. അപ്പൊ അറിയാത്ത എല്ലാ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൈമാറുക എന്നുള്ളതാണ് മലയാളീസ് ബ്ലോഗിന്റെ പ്രത്യേകത. നമ്മുടെ ഈ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ 7 സീറ്റർ ആണോ? 7 സീറ്റർ ആണ്. വളരെ നല്ല രീതിയിൽ സീറ്റിംഗ് ഒക്കെ കണ്ടില്ല. ഇപ്പൊ ഞാനൊക്കെ അത്യാവശ്യം ഞാൻ ഹൈറ്റ് ഉള്ള ഒരാളല്ലേ, സ്പേസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. കാരണം അല്ല, മറ്റേ ഹെഡ് സ്പേസും നല്ലോണം ഉണ്ട്. ഞാൻ തൊപ്പിയും വെച്ചിട്ട് ഇത്ര സ്പേസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. പിന്നെ സീറ്റിംഗ് ആയാലും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് അല്ലെ? ആ ബുൾ മോഡൽ എന്ന് പറയുന്ന പോലെ തന്നെ അല്ലെ, ആ ഒരു പവറും മാത്രമല്ല ഇരുത്തത്തിലും എല്ലാം ഉണ്ട്. വളരെ നല്ലൊരു വണ്ടി. ഓക്കെ, ബാക്ക് സീറ്റിലും ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ? അത്യാവശ്യം കിഡ്സിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റും, കയറ്റിയിടാനും പറ്റും. ഓക്കെ, മൂവബിൾ ആണ് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, നല്ല വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിരിക്കുന്നത്? 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വേരിയന്റ് ആണ് അല്ലെ? ഇത് ഏത് വേരിയന്റ് ആണ്? അതില് ബുൾ മോഡൽ എന്നാണ് ഈ വണ്ടി പറ്റി നമ്മൾ പറയുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളിരിക്കുന്ന ടയോട്ടയുടെ ഇന്നോവ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എന്താ പറയാ, എല്ലാ വാഹനപ്രേമികളുടെ വലിയൊരു ഇഷ്ടമുള്ളൊരു വാഹനം അല്ലെ? ഒരുവിധപ്പെട്ട ഏത് ആൾക്കാർക്കും ഇഷ്ടപ്പെടും. കാരണം ഇന്നോവ ഇഷ്ടമുള്ളത്ര ആൾക്കാർ ആരുമില്ല. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഒരു 7 സീറ്റർ എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം ക്യാഷ് ഇറക്കാം എന്നുണ്ടെങ്കിൽ അല്ലെ, പെട്ടെന്ന് ആരും ഈ പറഞ്ഞ പോലെ ഒരാളും ഇന്നോവ എന്ന് പറഞ്ഞ് നെറ്റ് ചുളിയില്ല എന്നുള്ളൊരു നമുക്കൊരു വിശ്വാസമുള്ളൊരു വണ്ടിയാണ്. നമുക്ക് വിശ്വസിച്ച് പോയി എടുക്കാം. സെക്കൻഡ്സിലും കൂടുതൽ പോകുന്നതും മാർക്കറ്റ് റേറ്റും ഇന്നോവ തന്നെയാണ്. ഒരു 5 ലക്ഷം വരെ എന്താ പറയാ സർവീസ് വാറന്റി ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്, വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നോവ ഡീറ്റെയിൽസ് കിടക്കാം. അപ്പോൾ ഇത് 2013 വണ്ടിയാണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. ടൈപ്പ് 4 2.25 ലക്ഷം ഓടിയുണ്ട് വണ്ടി. സിംഗിൾ ഓണർ തന്നെയാണ്. 2,70,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർ. ഫുൾ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് വണ്ടി. പിന്നെ റേറ്റ് പറയണത് 9,50,000 ആണ്. 9,50,000 ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, 2,70,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. റേറ്റ് പറയുന്നത് 9,50,000. ഓക്കെ,
അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. വളരെ സീറ്റും ഒക്കെ നല്ല ഇതാണ്, നമുക്കൊന്നും പറയാനില്ല. നല്ല വണ്ടിയാണ്, വളരെ നല്ലൊരു വണ്ടിയാണ്, പക്കാ നീറ്റ് വണ്ടിയാണ്. മറ്റുള്ള കാര്യമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്നോവയെ പറ്റി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മാരുതിയുടെ വിറ്റാറ ബ്രെസ എന്ന് പറഞ്ഞ മാരുതിയുടെ സെഗ്മെന്റിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് വിറ്റാറ ബ്രെസ എന്നുള്ളത്, അല്ലെ? നല്ല അത്യാവശ്യം നല്ലൊരു നല്ല മൈലേജ് വണ്ടിയാണ്. ഫുഡ് സ്പേസ് ഒക്കെ ഈ പറഞ്ഞ അത്യാവശ്യം നമുക്ക് ഒരുപാട് ഫുഡ് സ്പേസ് ഒന്നും പ്രതീക്ഷിക്കരുത്, പക്ഷെ ഈ ഒരു റേറ്റ് അല്ലെ, ആ ഒരു റേറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള നല്ല ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽസ് കിടക്കാം. അപ്പോൾ ബ്രെസയുടെ വിശേഷം, അപ്പൊ ഈ വണ്ടി ഡീസലാണോ? ഇത് ഡീസലാണ്. ഡീസൽ വേരിയന്റ് ആയിട്ടുള്ള വിറ്റാറ ബ്രെസയുടെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2017 VDI ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണറിലാണ് വണ്ടി നിൽക്കുന്നത്. 35,000 കിലോമീറ്റർ ആകും വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഫുൾ കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. റേറ്റ് പറയുന്നത് 750 അടുത്ത് പറയാം. 35,000 കിലോമീറ്റർ ഓടിയ വിറ്റാറ ബ്രെസ എന്ന് പറഞ്ഞ ഈ മോഡലിന് VDI എന്ന് പറഞ്ഞ ഡീസലിന്റെ മിഡിൽ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷനും മറ്റേ എന്താ പറയാ LDI ഡീസൽ അല്ലേ? ഡീസൽ LDI VDI എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പൊ സെക്കൻഡ് വേരിയന്റ് ആണ് ഈ ബ്രെസ എന്ന് പറയുന്നത്, ബ്രെസയുടെ ഈ VDI എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം കമ്പനി തന്നെ കൊടുക്കുന്ന ഒരു അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഇതിലുണ്ട്. അപ്പൊ നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നു അലോവീൽസ് ഇല്ല. ബാക്കി എയർ ബാഗ് ഉണ്ടാവും, കമ്പനി സ്റ്റീരിയോ, 4 സൈഡ് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്. മതിയല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത്രയും ഫെസിലിറ്റി ഉള്ള 7,50,000 കിട്ടുന്ന ഒരു ക്ലീൻ വണ്ടി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് ആണ്, അതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അല്ലെ? യൂസ് കാറിൽ എടുക്കുമ്പോൾ ഓണർഷിപ്പ് കൂടുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു ടിപ്പായിട്ട് ഞാൻ പറയുന്നതാണ്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, കാരണം എല്ലാം അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ അറിയാത്ത ആൾക്കാർക്കുള്ള ചില ഇൻഫർമേഷൻ